വർഷങ്ങളായി ബജറ്റ് തയ്യാറാക്കുന്നുണ്ടോ? എന്നിട്ടും ഫൈനാൻഷ്യൽ ഗോൾസ് ഒന്നും നേടാൻ കഴിയുന്നില്ലേ? അപ്പോൾ പ്രശ്നം നിങ്ങളുടെ വരുമാനമല്ല, നിങ്ങളുടെ ബജറ്റ് തന്നെയായിരിക്കും. പലരും ഓരോ മാസവും ചെലവുകൾ കൃത്യമായിട്ട് എഴുതി വെക്കും. പക്ഷേ ആ ബജറ്റ് അവരുടെ കറണ്ട് എക്സ്പെൻഡിച്ചർ മാത്രമേ മീറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അവരവരുടെ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടുന്ന കോൺട്രിബ്യൂഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവസാനം അവരുടെ ഫൈനാൻഷ്യൽ ഗോൾസൊക്കെ എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യേണ്ട സമയത്തുമ്പോൾ കയ്യിൽ പണം ഉണ്ടാവില്ല. ഒരു സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനർ എന്ന നിലയിൽ ഞാൻ ബജറ്റ് തയ്യാറാക്കുന്നത് ഈ പറയുന്ന രീതിയിലല്ല. ഞാൻ എപ്പോഴും എന്താ ചെയ്യുക, ആദ്യം ഒരു ഫൈനാൻഷ്യൽ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യും. പിന്നെയാണ് ഇന്നത്തെ വരുമാനം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതൊക്കെ തീരുമാനിക്കും. കാരണം ഒരു നല്ല ബജറ്റ് ചെലവ് നിയന്ത്രിക്കുക മാത്രമല്ല, നമ്മളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് നേടാനും കൂടി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 ബജറ്റ് മിസ്റ്റേക്സ് ഒരിക്കലും ചെയ്യരുത്. അത് ഏതൊക്കെയെന്ന് പറയാം. ഫൈനാൻഷ്യൽ ഗോൾസ് ഇല്ലാത്തൊരു ബജറ്റ് തയ്യാറാക്കരുത്. ഒന്നാമത്, സാമ്പത്തിക ലക്ഷ്യങ്ങളില്ലാതെ ബജറ്റ് തയ്യാറാക്കരുത്. രണ്ടാമത് എന്താണ്, നമ്മളുടെ ലയബിലിറ്റീസ് ഉണ്ടല്ലോ, കടബാധ്യതകൾ, അത് ബജറ്റിൽ ഉൾപ്പെടുത്തണം, തീർച്ചയായിട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ഫൈനാൻഷ്യൽ പ്ലാൻ ഇല്ലാതെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും തുടങ്ങുകയും ചെയ്യരുത്. അപ്പോൾ ഓർക്കേണ്ടത് ഇതാണ്, ബജറ്റ് എന്നത് ചെലവുകളുടെ ഒരു പട്ടികയല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ളൊരു റോഡ് മാപ്പ് ആണെന്നുള്ളത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. നിങ്ങളുടെ ബജറ്റ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇന്ന് തന്നെ നിങ്ങൾ റിസ്കോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാൻ ഇവിടെ ആരംഭിക്കട്ടെ.